ഡോക്ടർ ജോഷത്, അപ്പോൾ ഒരുപാട് ഇന്ന് കുട്ടികൾ നമുക്ക് ഹെർബ്സ് പാൽസി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളിലുള്ള ബ്രേക്കിയൽ പ്ലക്സസ് പരിക്കായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സർജറി റെക്കമെൻഡ് ചെയ്യുമ്പോൾ മിക്കവാറും അവരുടെ പാരന്റ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ സർജറി ഒരു നിർബന്ധമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ച് കാലയളവിൽ ചെയ്താൽ മതിയോ എന്നുള്ളത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് ആക്ച്വലി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രാക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി ജന്മന വരുമ്പോൾ കൊച്ചുങ്ങളുടെ പാരൻസിന് ചെറിയൊരു ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ എല്ലാ ബ്രാക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി അല്ലെങ്കിൽ ഹെർബ്സ് പാൽസിക്ക് നമുക്ക് സർജറി ചെയ്യേണ്ട. ഈ ബ്രാക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി തന്നെ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ചെറിയൊരു ചതവ് ഉണ്ടാവാം ഞരമ്പിന്, അല്ലെങ്കിൽ ഞരമ്പ് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ഞരമ്പ് നമ്മളെ എന്താ പറയുക നാടിയിൽ നിന്ന് പറഞ്ഞു പോവാം. അപ്പോൾ അങ്ങനെ ഈ 3 സിറ്റുവേഷൻ ഉണ്ടാവും. ആ ചെറിയൊരു ചതവാണെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്താൽ മതി. എത്ര കാലം വെയിറ്റ് ചെയ്യണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ പ്രോട്ടോക്കോളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൽ നമ്മൾ അലൻ ജെൽബേ പ്രോട്ടോക്കോൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി ബൈസെപ്സ് എന്ന് വെച്ചാൽ ബ്രൈസസ് മസിൽ വെച്ച് നമുക്ക് കൈ മടക്കാൻ ഒരു 4 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൈ മടക്കാൻ പറ്റണം. ഈ 4 മാസം ആകുമ്പോഴത്തേക്ക് കൈ മടക്കാൻ പറ്റില്ല, അതിൻ്റെ അർത്ഥം അവിടേക്ക് നമുക്ക് നമ്മൾ ഞരമ്പിൻ്റെ കണക്ഷൻസ് പോകണില്ല എന്നാണ്. അപ്പം 4 മാസം കൊണ്ട് ഫ്ലെക്ഷൻ വരുന്നില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് തന്നെ വരുന്നത്.